പാലക്കാട് കോട്ടായി പല്ലുകാവിൽ അമ്മയെയും മകനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. ചിന്ന, മകൻ ഗുരുവായൂരപ്പൻ എന്നിവരാണ് മരിച്ചത്. അമ്മ മരിച്ച വിഷമത്തിൽ മകൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നതാണ് സംശയം. നിഖിൽ പ്രമേഷ് ഉണ്ട് പാലക്കാട്ട് നിന്നും. നിഖിൽ, എന്താണ് നിഖിൽ ഈ രണ്ടുപേരുടെയും മരണത്തെക്കുറിച്ച്, അമ്മയുടെയും മകന്റെയും മരണത്തെക്കുറിച്ച് പോലീസ് പറയുന്നത്? അമ്മ മരിച്ച വിഷമത്തിൽ മകൻ ആത്മഹത്യ ചെയ്തു എന്ന സൂചന. നിഖിലിലേക്ക് ഞാൻ വരാം. ചെറിയ സാങ്കേതിക പ്രശ്നം, നിഖിലിനെ റീകണക്ട് ചെയ്യുന്നുണ്ട്. ചിന്ന, മകൻ ഗുരുവായൂരപ്പൻ എന്നിവരാണ് മരിച്ചത്. രണ്ടുപേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് പാലക്കാട് കോട്ടായി പല്ലുകാവിലാണ്. അമ്മ മരിച്ച വിഷമത്തിൽ മകൻ ആത്മഹത്യ ചെയ്തതാകാം എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. എന്താണ് പോലീസ് ഈ കാര്യത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനം എന്ന് നമുക്ക് പരിശോധിക്കാം. നിഖിൽ പ്രമേഷ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകാൻ. നിഖിൽ, അമ്മയും മകനും മരിച്ച സംഭവത്തിൽ പോലീസ് എന്താണ് പറയുന്നത്? ചിന്ന എന്ന 75-കാരിയായിട്ടുള്ള അമ്മയ്ക്ക് ചില അസുഖങ്ങൾ ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് ഇന്നലെ രാത്രിയാണ് ഇവർ മരിക്കുന്നത്. വീട്ടിൽ വെച്ച് തന്നെയാണ് ഇവർ മരിക്കുന്നത്. ഇവർക്ക് നല്ല പനി ഉണ്ടായിരുന്നു എന്നാണ് അയൽവാസികളൊക്കെ പറയുന്നത്. ഇവർ ചികിത്സ തേടുകയും ചെയ്തിരുന്നു. എന്നാൽ അതിന് പിന്നാലെ വീട്ടിലെത്തിയതിനു ശേഷമാണ് ഇവർക്ക് പനി മൂർച്ഛിക്കുകയും അവർ മരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഇതറിഞ്ഞു വന്ന മകൻ അമ്മയുടെ മരണം കണ്ട് വലിയ മനോവിഷമത്തിലാവുകയും ഇദ്ദേഹം ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് ലഭ്യമാകുന്ന വിവരം. 40 വയസ്സുള്ള മകൻ ഗുരുവായൂരപ്പനാണ് ആത്മഹത്യ ചെയ്തത്. ഇദ്ദേഹത്തെ, ഈ അമ്മയെ ആദ്യം കണ്ടെത്തിയത് അവരുടെ വീട്ടിൽ തന്നെയും അതോടൊപ്പം തന്നെ ഗുരുവായൂരപ്പനെ പറമ്പിൽ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. ഇപ്പോൾ പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു പോരുകയാണ്. ശരി, നിഖിൽ പ്രമേഷ് ആണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട്ട് നിന്ന്.